അരിക്കൊമ്പൻ, ചക്കക്കൊമ്പൻ, മുറിവാലൻ. ചിന്നക്കനാലിനെയും പരിസര പ്രദേശങ്ങളെയും മുൾമുനയിൽ നിർത്തിയ ത്രിമൂർത്തികളായ കാട്ടുകൊമ്പന്മാർ കേരളത്തിനകത്തും പുറത്തും പ്രസിദ്ധരാണ്. ഇതിൽ പ്രശസ്തി അല്പം കൂടുതൽ അരിക്കൊമ്പന് തന്നെയായിരുന്നു. അരിക്കൊമ്പൻ ചിന്നക്കനാൽ വിട്ടതോടെ ചക്കക്കൊമ്പനും മുറിവാലനുമായി താരങ്ങൾ. ഇരു കാട്ടാനകളും നിരവധി മനുഷ്യജീവനുകൾ കവർന്നു, കൃഷി നശിപ്പിച്ചു, വീടുകൾ തകർത്തു. ഒടുവിൽ കൊമ്പന്മാർ തമ്മിലായി പോര്. ഏറ്റവും ഒടുവിൽ സിംഗുകണ്ഠത്തിന് സമീപം വെച്ചു നടന്ന ഏറ്റുമുട്ടലിൽ ചക്കക്കൊമ്പൻ മുറിവാലനെ കുത്തി വീഴ്ത്തി. ആഴത്തിൽ കുത്തേറ്റ മുറിവാലൻ അവശനായി അലഞ്ഞു, ഒടുവിൽ ചരിഞ്ഞു. ചക്കക്കൊമ്പനോളം അക്രമകാരി ആയിരുന്നില്ല മുറിവാലൻ. അതിനാൽ തന്നെ അവനെ സ്നേഹിക്കുന്നവരും ഏറെയുണ്ടിവിടെ. ரொம்ப ഇഷ്ടം കേട്ടോ. അത് പാവം ചണ്ട പൊട്ടാൻ തിരിച്ച് ഇഷ്ടപ്പെടാൻ കാര്യം എന്താ? അതുകൊണ്ട് എന്താ ശല്യമൊന്നും ചെയ്യാതെ വന്നിട്ട് നീട്ടാ ചാപ്പിട്ട് പോയിരുന്നു. അവൻ ചിത്രിച്ചില്ല. ചക്കക്കൊമ്പനാണ് പ്രധാന ശല്യം. മുറിവാലൻ പ്രശ്നക്കാരനായിരുന്നില്ലെന്ന അഭിപ്രായക്കാരും ചിന്നക്കനാലിലുണ്ട്. മുറിവാലൻ ഒരു പാവ ഒരു ആനയാണ്, ആർക്കും വലിയ ഉപദ്രവമൊന്നും ഉണ്ടായിട്ടില്ല. ഏതായാലും അവൻ്റെ അടുത്ത് ഒരു 50 മീറ്റർ വരെ അടുത്ത് വരെ ചെല്ലാവുന്ന ഒരു ആനയാണ് മുറിവാലൻ. അസന്ത് ചക്കക്കൊമ്പൻ 13 പേരെയും കൊന്നുണ്ട്, 5 ആനേനെയും നിലവിൽ ഇപ്പോൾ കുത്തിക്കൊന്നുണ്ട്. 5ാമത്തെ ആനയാണ് ഇപ്പോൾ നിലവിൽ അവൻ കുത്തിക്കൊന്നേക്കുന്നത്. മുറിവാലൻ ഭയങ്കര അക്രമശക്തനായിരുന്നു. എന്നാലും നമുക്കൊരു വിഷമമുണ്ട് അത് പോയതിൽ. മനുഷ്യരും കാട്ടാനകളും അടുത്തും തമ്മിൽ കലഹിച്ചും കഴിയുന്ന അപൂർവ പ്രദേശങ്ങളിലൊന്നാണ് ചിന്നക്കനാൽ. മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾ ഇത്രയേറെ കടുത്ത മറ്റൊരു സ്ഥലം ഒരുപക്ഷെ രാജ്യത്ത് തന്നെ വിരളമായിരിക്കും. എത്രയൊക്കെ ദോഷം വരുത്തിയെന്നാലും പക മനസ്സിൽ വെക്കാതെ ഈ നാട്ടിലെ ഒരുപറ്റം മനുഷ്യർ മുറിവാലൻ്റെ ജീവൻ നഷ്ടമായതിൽ സങ്കടപ്പെടുന്നുണ്ട്. വേദനയോടെ അവർ ആ കാട്ടുകൊമ്പനെ ഓർമ്മിക്കുന്നുമുണ്ട്. മാതൃഭൂമി ന്യൂസ്, ഇടുക്കി.